ഹായ് ഹലോ ഇന്ന് എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദുപ്പട്ടയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പെന്നാണ് കേട്ടോ. ഈ പെന്ന് വെച്ചിട്ട് നമ്മൾ വരച്ചാൽ മാർക്കർ പിന്നെ അയൺ ചെയ്താൽ അത് മാഞ്ഞു പോവും. അപ്പം അങ്ങനത്തെ ഒരു പെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ചിൽ സ്കാലപ്പ് ചെയ്തെടുത്തതാണ്. ഇതിൽ ഞാൻ അതേപോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഫാഷൻ മേക്കർ മെഷീൻമേൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തത് 0ക്കും 1ൻ്റെ ഇടയിലിടുക. പിന്നെ സ്റ്റിച്ച് C ഫുള്ളിലിട്ട് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ടെൻഷൻ 0ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. 0ക്ക് 1 0 1 2 അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന്മേൽ എങ്ങനെയാണ് ടെൻഷൻ റെഡിയാണ്. അതേപോലെ ഇതിൽ സിൽക്ക് ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരാവേ. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പേപ്പറിൽ വെച്ചിട്ട് ചെയ്യണതാണ്. പേപ്പറോ പത്രമോ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്ര ഫിനിഷിങ് കിട്ടില്ല, പക്ഷെ അത് വെച്ചിട്ടും ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇതിൽ കാണിച്ചു തരുന്നത്. ഇതേപോലെ ആ പേപ്പർ താഴെ വെച്ച ശേഷം കറക്റ്റായിട്ട് വരച്ച സ്ഥലത്ത് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ 2 കൈ കൊണ്ട് ക്ലോത്ത് വലിച്ച് പിടിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ വരിക. കാരണം ഇത് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടത്തില്ല. ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടണമെങ്കിൽ അടിയിൽ വെക്കുന്ന സാധനം നീങ്ങിപ്പോവരുത്. ഇത് നമ്മൾ പേപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് നീങ്ങിപ്പോവും. എന്നിട്ട് ഇതുപോലെ പറിച്ചിട്ട് അതൊരു എളുപ്പമാണ്, സുഖമാണ്. പേപ്പർ വെച്ച് ചെയ്താൽ ഇതുപോലെ അത്ര ഫിനിഷിങ് നമുക്ക് തോന്നൂല. ഇനി ഒരിക്കൽ കൂടി അത്ര ഫിനിഷിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒരിക്കൽ കൂടി ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ക്ലോത്ത് അവിടെ ചുളുങ്ങിയ പോലെ ചുളുങ്ങും. അപ്പോൾ അങ്ങനെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ്. അതൊരു 1.5 ഇഞ്ചിലൊക്കെ ലെങ്ത്ത് വീതി വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കുക. ഒരു ഷാൾ 2 ഇഞ്ചാണ് ഉണ്ടാകുക, അപ്പോൾ 1 മീറ്ററാണ് ക്യാൻവാസ്. അപ്പോൾ 3 പീസ് വെട്ടിയെടുത്തിട്ട് ബാക്ക് ഭാഗത്ത് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യാൻ കരുതിയത് അതിൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് അത് വെച്ച് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഒട്ടിച്ചെടുത്ത ശേഷമാണ് കേട്ടോ ഈ മെഷീനിൽ ചെയ്യണത്. ആ ഒട്ടിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ അതിൽ കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കോർണർ എത്തുന്ന സമയത്ത് കുത്തി നിർത്തിയിട്ട് വേണം അടുത്ത് തിരിക്കാൻ. ഇത് ഞാൻ ചെയ്യണത് സ്പീഡിൽ ഇട്ടതാണ്, കാരണം ഇത് ഒത്തിരി ടൈം പിടിച്ചിട്ടാണ് ഈ സ്കാലപ്പ് ചെയ്യണത്. നല്ല ടൈമിങ് പിടിച്ച് നല്ല ക്ഷമയോട് കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇത്ര ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. നൂല് പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം. ആദ്യത്തിലൊക്കെ ഞാൻ ടെൻഷൻ ഇട്ടത് അഡ്ജസ്റ്റ് റെഡി ആവാത്തത് കാരണം നൂല് പൊട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റിക്ക് ഞാൻ ടെൻഷനൊക്കെ റെഡിയായി കിട്ടി. അപ്പോൾ മെഷീനൊന്ന് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിന്. അപ്പോൾ ടെൻഷൻ്റെ അങ്ങോട്ടും കൂടി ചെറുതായിട്ടൊരു ചേഞ്ചിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നൂലിൻ്റെ തിക്നെസ്സിനനുസരിച്ചൊക്കെ അപ്പോൾ ഇതിൽ കണ്ടല്ലോ, ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ബാക്കിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് ചെയ്തത്. കാരണം നമ്മൾ പേപ്പർ വെച്ചാൽ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത്ര ഫിനിഷിങ് കിട്ടൂല, കാരണം പേപ്പർ ആണ്ടുകൊണ്ട് നീങ്ങിപ്പോവും, ഇത് ചുളിയും. അപ്പം ഇത് ക്യാൻവാസ് വെച്ചിട്ടായതുകൊണ്ടാണ് ഇത്ര വൃത്തിക്ക് കിട്ടിയത്. ഇനി അത് വേർത്തെടുക്കാൻ ആദ്യം നമ്മൾ ക്യാൻവാസ് പതുക്കെ ഒന്ന് ഈ ക്ലോത്തിൽ നിന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പതുക്കെ നമ്മൾ കൈ കൊണ്ട് കീറിയെടുക്കുക. അപ്പം ഇത് നല്ലൊരു ലോക്കൽ ക്യാൻവാസ് വാങ്ങിയിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ സ്കാലപ്പിന്, കാരണം പെട്ടെന്ന് പറഞ്ഞു പോരണം. ഇത് നല്ല ക്യാൻവാസാണ്. ഇത് ഞാൻ യൂണിഫോമിനും അതേപോലെ ഡ്രസ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്തത് കട്ട് ചെയ്തെടുത്ത ശേഷം നെറുഭാഗത്തത് നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണത്. അല്ലാത്തവർക്ക് നമ്മൾ ചെറിയ മെഴുകുതിരിയോ എന്താ പറയൽ ചന്ദനം തിരിയോ ഒക്കെ വെച്ചിട്ട് എടുക്കുക. പക്ഷേ അതിൻ്റെ പൊരികളൊന്നും കൂടി വീഴാതെ ശ്രദ്ധിക്കണം. അതിലൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ സ്കാലപ്പ് വെട്ടിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് വെട്ടിയെടുത്താൽ കിട്ടി. ഞാനത് വെട്ടിയെടുത്ത വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ അത് കസ്റ്റമർക്ക് നേരിട്ട് ഡ്രസ്സ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടല്ലോ, അതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണത്. ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. നല്ല ഫിനിഷിങ്ങും നല്ല വൃത്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചെയ്തിട്ട്. ഇനി ഇതിൽ കസ്റ്റമർ